കേരള പാഠാവലി 1-ാം യൂണിറ്റ് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും. പ്രവേശകമായി കൊടുത്തിരിക്കുന്നത് ഒ.വി. വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലെ കുറച്ചു ഭാഗമാണ്. നമുക്കൊന്ന് നോക്കാം. ഇന്നൊരു കഥ പറയാ, അയാൾ പറഞ്ഞു. എന്ത് കഥയാ വേണ്ടത്? കുട്ടികളെല്ലാവരും ഒന്നിച്ച് സംസാരിക്കാൻ തുടങ്ങി. സാർ സുറുമയിട്ട പെൺകുട്ടി കൈ ഉയർത്തിക്കാട്ടി. പറയൂ, രവി പറഞ്ഞു. സാർ, ആരും ചാകാത്ത കഥ. രവി ചിരിച്ചുപോയി. അവൾ തൊടുത്തു. എന്താ പേര്? രവി ചോദിച്ചു. കുഞ്ഞാമിന. ശരി, രവി പറഞ്ഞു. രവി കഥ പറയാനൊരുങ്ങി. ഒ.വി. വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലെ കുറച്ച് ഭാഗമാണിത് എന്ന് പറഞ്ഞല്ലോ. ഏതു സാഹിത്യ സൃഷ്ടിയായാലും വൈകാരികമായി അവതരിപ്പിക്കാൻ എന്തു വേണം? ഭാഷ വേണം. കഥയുടെ ആസ്വാദ്യത, കഥാപാത്രങ്ങളുടെ ഭാഷയുടെ വ്യത്യസ്തത, അവരുടെ വികാര വിചാരങ്ങൾ ഒക്കെ വായനക്കാരിൽ എത്തിക്കാൻ ഭാഷയിലുള്ള പ്രാവീണ്യം അത്യാവശ്യമാണ്. നമ്മുടെ ഭാഷയും സാഹിത്യവും മാത്രമല്ല, സാമൂഹിക അന്തരീക്ഷം പോലും മലീമസമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഭാഷയെയും സാഹിത്യത്തെയും മാത്രമല്ല, ഭക്തിയിലൂടെ സാമൂഹിക അന്തരീക്ഷത്തെയും പവിത്രമാക്കിയത് മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛനാണ്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്, ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്, മലയാള ഭാഷയുടെ പിതാവ് എന്നിങ്ങനെ പലതരത്തിൽ അറിയപ്പെട്ടിരുന്ന ആളാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലപ്പുറം ജില്ലയിലെ തിരൂറിൽ തൃക്കണ്ടിയൂർ ക്ഷേത്രത്തിന് സമീപമായി തുഞ്ചൻ പറമ്പിൽ 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ് എഴുത്തച്ഛൻ. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും ഭദ്രമായ ഒരടിത്തറയുണ്ടാക്കി കൊടുത്തത് എഴുത്തച്ഛനാണ്. ഒപ്പം സംസ്കൃതത്തിൻ്റെ പിടിയിലകപ്പെട്ട ഭാഷയെയും സാഹിത്യത്തെയും കൈപിടിച്ച് മലയാളത്തിൻ്റേതായ പുതിയൊരു ഭാഷയ്ക്ക് അദ്ദേഹം രൂപം നൽകി. മണിപ്രവാള സാഹിത്യങ്ങളെല്ലാം കാലക്രമത്തിൽ അച്ചീചരിതങ്ങളായി അധപ്പതിക്കുകയും അന്നത്തെ സാമൂഹിക അന്തരീക്ഷം പോലും മലീമസമാവുകയും ചെയ്ത കാലമായിരുന്നു അത്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ ജനഹൃദയങ്ങളിൽ ഭക്തിയുണ്ടാകണം. അതിനായി രാമായണവും മഹാഭാരതവും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിൽ എഴുത്തച്ഛൻ രചിച്ചു. കിളിപ്പാട്ട് രൂപത്തിലാണ് അധ്യാത്മരാമായണവും ശ്രീ മഹാഭാരതവും രചിച്ചിരിക്കുന്നത്. എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവ്വത്തിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള കഥകളതിമോഹനം. ശ്രീ മഹാഭാരതത്തിൽ ദ്രോണപർവ്വത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തിലെ 11-ാം ദിവസം മുതൽ 15-ാം ദിവസം വരെയുള്ള യുദ്ധവർണ്ണനയാണ് ഉള്ളത്. ഈ 5 ദിവസങ്ങളിലെ സർവ്വസൈന്യാധിപതിയായിരുന്നു ദ്രോണർ. ഭീഷ്മപിതാമഹൻ്റെ പതനത്തിന് ശേഷമാണ് സുയോധനൻ ആചാര്യനായ ദ്രോണരെ സർവ്വസൈന്യാധിപതിയായി നിയോഗിച്ചത്. പാണ്ഡവരെയും കൗരവരെയും അസ്ത്രാഭ്യാസം പഠിപ്പിച്ച ഗുരുനാഥനാണ് ദ്രോണർ. ഭരദ്വാജ മഹർഷിയുടെ പുത്രനാണ് ദ്രോണർ, മകൻ അശ്വത്ഥാമാവ്. ദ്രോണർ സർവ്വസേനാപതിയായിരുന്ന 5 ദിവസത്തെ യുദ്ധവർണ്ണനയാണ് ദ്രോണപർവ്വത്തിലുള്ളത്. കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിലാണ് എഴുത്തച്ഛൻ ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് രചിച്ചിരിക്കുന്നത്. പാഠഭാഗത്തിലേക്ക് കടക്കാം. പഞ്ചവർണ്ണക്കിളി പെൺകിടാവേ, തെളിഞ്ഞെൻ ചെവി രണ്ടും കുളിർക്കപ്പറക നീ, നെഞ്ചം തെളിഞ്ഞു കുറുക്കിക്കൊഴുത്ത പാൽ പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തിരുമ്മിയുടച്ചു തേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളികയിൽ മേളിച്ചു വെവ്വേറെ വെച്ചിരിക്കുന്നതെടുത്തു ഭുജിച്ചാലും ഇച്ഛയാകുന്നത്. ദാഹമുണ്ടെങ്കിലോ നീലക്കരിമ്പിൻ്റെ ചാറും ഇറനീരും പാലും മധുവും കുടിച്ചാലുമാവോളം. പഞ്ചവർണ്ണക്കിളി പെൺകിടാവേ, തെളിഞ്ഞെൻ ചെവി രണ്ടും കുളിർക്കപ്പറക നീ. പഞ്ചവർണ്ണക്കിളി പെൺകിടാവേ, പഞ്ചവർണ്ണക്കിളി 5 വർണ്ണങ്ങൾ ഉള്ളത്.
5 നിറങ്ങളുള്ള അല്ലയോ കിളിപ്പെണ്ണേ, നീ എൻ്റെ ചെവി രണ്ടും കുളിർക്കെ സന്തോഷപൂർവ്വം കഥ പറയുക. എങ്ങനെയാണ് ഈ പഞ്ചവർണ്ണ കിളിപ്പെണ്ണിനെ കവി സന്തോഷിപ്പിക്കുന്നതെന്ന് നോക്കൂ. നെഞ്ചം തെളിഞ്ഞു കുറുക്കിക്കൊഴുത്ത പാൽ പഞ്ചതാരപ്പൊടി കൂട്ടി കുഴമ്പാക്കി നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞ് ഞാൻ മെല്ലെ തിരുമ്മിയുടച്ചു തേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളികയിൽ മേളിച്ച് വെവ്വേറെ വെച്ചിരിക്കുന്നതെടുത്ത് ഭുജിച്ചാലും എന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? കുറുക്കിക്കൊഴുത്ത പാൽ പഞ്ചസാരപ്പൊടി കൂട്ടി കുഴമ്പാക്കി നല്ല കദളിപ്പഴങ്ങൾ കണ്ടെത്തി മെല്ലെ തിരുമ്മിയുടച്ച് തേനും ചേർത്ത് അതിൽ വെല്ലവും ശർക്കരയും പൊടിച്ചിട്ട് വെള്ളിത്തളികയിൽ വെവ്വേറെ വെച്ചിരിക്കുന്നതെടുത്ത് ഭുജിച്ചാലും എടുത്ത് ഭക്ഷിച്ചാലും എന്നാണ് കവി പറയുന്നത്. എന്നാൽ നിനക്ക് ദാഹമുണ്ടെങ്കിലോ, ഇച്ഛയാകുന്നതു ദാഹമുണ്ടെങ്കിലോ നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും പാലും മധുവും കുടിച്ചാലും ആവോളം. നിനക്കിപ്പോൾ ദാഹമാണുള്ളതെങ്കിൽ നീ എന്ത് ചെയ്യണം? നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും പാലും മധുരവും ആവോളം, മതിവരുവോളം നീ കുടിച്ചാലും. ഭീഷ്മസമാനനരിനിവഹത്തിന്നു ഭീഷ്മർ ശരശയനത്തിന്മേൽ വീണാറേ, തോറ്റ സുയോധനാദികളാകിയ 100 പേരെന്തോന്നു ചെയ്തതു ചൊല്ലു നീ. ചൊല്ലുവാനാവതില്ലെങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ. വൻപനാം കർണനോടാശു സുയോധനൻ അൻപോടു സേനാപതിയാക നീ എന്നാൻ. കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ, കർണസുഖം ഞാൻ പറകയില്ലാരോടും. ദ്രോണരാമാചാര്യൻ താനിരിക്കെ എന്തു മാനിച്ചു മറ്റുള്ളോർ നിർത്തുന്നിതു പട. മന്നവാ കേൾക്ക, ഭരദ്വാജനന്ദനൻ ഇന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ. പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ടു മന്നവാ, സങ്കടമുണ്ടാകയില്ലേതും. മാനിയായുള്ള സുയോധനൻ ദ്രോണരെ സേനാപതിയായ അഭിഷേകവും ചെയ്താൻ. ഭീഷ്മസമാനൻ അരിനിവഹം ശത്രുസമൂഹത്തിന് ഭീഷ്മസമാനനായിട്ടുള്ള ഭീഷ്മാചാര്യർ ശരശയനത്തിൽ വീണാറേ, ശരശയനത്തിന്മേൽ വീണപ്പോൾ തോറ്റ സുയോധനാദികളായ 100 പേരെന്തോന്നു ചെയ്തതു ചൊല്ലു നീ. അപ്പോൾ തോറ്റുപോയ സുയോധനാദികളായ 100 എന്താണ് ചെയ്തതെന്ന് നീ എന്നോട് പറയൂ, അല്ലയോ കിളിമകളെ, നീ അതാണ് എന്നോട് പറയേണ്ടത്. ഭീഷ്മ പിതാമഹൻ സ്വച്ഛന്ത മൃത്യുവാണെന്ന് നമുക്കറിയാം. സ്വച്ഛന്ത മൃത്യു എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രമേ അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയുള്ളൂ. കുരുക്ഷേത്ര യുദ്ധത്തിൽ ആർക്കും പരാജയപ്പെടുത്താനാകാത്ത ആളായിരുന്നു ഭീഷ്മാചാര്യർ. പക്ഷേ ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്തപ്പോഴാണ് ഭീഷ്മാചാര്യരെ ശരശയ്യയിലാക്കാൻ അല്ലെങ്കിൽ പരാജയപ്പെടുത്താൻ പാണ്ഡവർക്ക് കഴിഞ്ഞത്. അത് ഒരു കഥയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ കഥയെക്കുറിച്ച് അല്ലെങ്കിൽ ഭീഷ്മരെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഭീഷ്മപിതാമഹൻ്റെ പതനത്തിനു ശേഷം കൗരവരുടെ അവസ്ഥ എന്താണെന്ന് നീ പറയൂ എന്നാണ് കവി പഞ്ചവർണ്ണ കിളിയോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. ചൊല്ലുവാനാവതില്ലെങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ. കനക്കെ ചുരുക്കി, വളരെ ചുരുക്കി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. വൻപനാം കർണനോടാശു സുയോധനൻ അൻപോടു സേനാപതിയാക നീ എന്നാൻ. വൻപനാം കർണനോട് എന്ത് ചെയ്തു? വൻപനായ കർണനോട് നീ സന്തോഷത്തോടെ സേനാപതിയാകൂ എന്ന് സുയോധനൻ പറയുന്നു. അപ്പോൾ കർണൻ എന്താണ് അതിന് മറുപടി പറഞ്ഞതെന്ന് നോക്കാം. കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ, കർണസുഖം ഞാൻ പറകയില്ലാരോടും. ദ്രോണരാമാചാര്യൻ താനിരിക്കെ എന്തു മാനിച്ചു മറ്റുള്ളോർ നിർത്തുന്നിതു പട. കർണൻ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത്. എന്താ?
മറ്റുള്ളവർക്ക് കർണസുഖം നൽകുന്ന കാര്യങ്ങൾ ഞാൻ ആരോടും പറയാറില്ല. അല്ലെങ്കിൽ മറ്റുള്ളവരെ സുഖിപ്പിക്കുന്ന, മറ്റുള്ളവർക്ക് ഇഷ്ടമുണ്ടാകുന്ന തരത്തിൽ ഞാൻ സംസാരിക്കാറില്ല. ഞാൻ സത്യമായിട്ട് പറയും എന്നാണ് പറയുന്നത്. എനിക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ പറയാൻ കഴിയുകയില്ല. ദ്രോണാചാര്യർ ഇരിക്കെ പട നയിക്കാൻ മറ്റ് ആർക്കാണ് യോഗ്യതയുള്ളത്? എന്നിട്ട് വീണ്ടും തുടർന്ന് അദ്ദേഹം പറഞ്ഞു, മന്നവാ കേൾക്ക, ഭരദ്വാജ നന്ദനൻ ഇന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ. അല്ലയോ മന്നവ, അല്ലയോ രാജാവേ, അങ്ങ് കേട്ടാലും ഭരദ്വാജപുത്രനായ ദ്രോണർ ഇന്നുള്ള യോദ്ധാക്കളിൽ ഏറ്റവും പ്രബലനായ ആളാണ്. പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ടു മന്നവ, സങ്കടമുണ്ടാകയില്ലേതും. മാനിയായുള്ള സുയോധനൻ ദ്രോണരെ സേനാപതിയായ അഭിഷേകവും ചെയ്താൻ. അദ്ദേഹത്തിന് ശേഷം ആവശ്യം വന്നാൽ ഞാൻ എന്തു ചെയ്യാം? ഞാൻ പട നയിക്കുന്നതിന് എനിക്ക് യാതൊരു സങ്കടവും ഉണ്ടാകുകയില്ല എന്ന് കർണൻ പറഞ്ഞു. അത് കേട്ടിട്ട് അഭിമാനിയായ സുയോധനൻ എന്താണ് ചെയ്തത്? ദ്രോണരെ സേനാപതിയായി അഭിഷേകം ചെയ്തു. ശ്രീ മഹാഭാരതത്തിലെ 4 പ്രധാന കഥാപാത്രങ്ങൾ ഈ പാഠഭാഗത്തിൽ കടന്നു വരുന്നുണ്ട്. അതാരൊക്കെയാ? കർണൻ, ദ്രോണർ, ഭീഷ്മർ, സുയോധനൻ. അപ്പോൾ ഇവർ 4 പേരെക്കുറിച്ചും നിങ്ങൾക്കറിയാമോ? അടുത്ത ക്ലാസ്സിൽ ഇവരെ 4 പേരെക്കുറിച്ച് ചെറുതായിട്ട് കുറച്ച്, ഒരുപാട് വിശദീകരിച്ചല്ലെങ്കിലും മനസ്സിലാകുന്ന രീതിയിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇവരെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പാഠഭാഗത്തിൽ കൊടുത്തിരിക്കുന്ന ചോദ്യോത്തരങ്ങളും ചർച്ച ചെയ്യാം.